മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ വീട് നിർമ്മാണത്തിനെ സംബന്ധിച്ച് ടി സിദ്ദിഖ് പറഞ്ഞത് പച്ചക്കള്ളം. ഭൂമി കണ്ടെത്തി കോണ്ടൂർ രീതിയിലുള്ള മാപ്പിംഗ് നടന്നെന്നും നിർമ്മാണ കമ്പനികളുമായി ചർച്ച നടത്തിയെന്നുമായിരുന്നു ടി സിദ്ദിഖിന്റെ വാദം. കെപിസിസി നേതൃയോഗത്തിന് ശേഷം കാര്യങ്ങൾ വ്യക്തമാക്കുമെന്ന് നേതാക്കളും പ്രതികരിച്ചിരുന്നു. എന്നാൽ ഇന്നലെ നടന്ന നേതൃയോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ കെപിസിസി അധ്യക്ഷൻ സണ്ണി ജോസഫിനും ഉത്തരമുണ്ടായിരുന്നില്ല. ഭൂമി കണ്ടെത്തണമെന്നാണ് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരായ കോൺഗ്രസ് ലീഗ് കുടുംബങ്ങൾ CPIM-ൽ ചേർന്നതിന് തൊട്ടു പിന്നാലെയാണ് ടി സിദ്ദിഖ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ പ്രഖ്യാപനമുണ്ടായത്. ദുരന്തബാധിതർക്കായുള്ള വീട് നിർമ്മാണത്തിന് ഭൂമി കണ്ടെത്തിയെന്നും കോണ്ടൂർ മാപ്പിംഗ് നടത്തിയെന്നും നിർമ്മാണ കമ്പനികളുമായി ചർച്ച നടത്തിയെന്നുമായിരുന്നു അത്. ഈ മാസം രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാകും. ഈ മാസം തന്നെ കോൺഗ്രസ് ഭവന പദ്ധതിയുടെ തുടക്കം കുറിക്കും. രജിസ്ട്രേഷൻ നടപടി കഴിഞ്ഞാൽ സ്ഥലം പറയും. സ്ഥലം ഞങ്ങൾ കണ്ടെത്തി, സ്ഥലത്തിന്റെ അഡ്വാൻസ് കൊടുത്തു, ഞങ്ങൾ അതിന്റെ ലീഗലായിട്ടുള്ള എല്ലാ ഫോർമാലിറ്റീസും ഞങ്ങൾ പൂർത്തീകരിച്ചു. ഞങ്ങൾ അതിന്റെ നടപടികൾ, അതിന്റെ കോണ്ടൂർ മാപ്പിംഗ് പൂർത്തീകരിച്ച് അതിന്റെ ഡിസൈനിങ്ങിന് വേണ്ടി ഒരു വലിയ ടീമിനെ ഏൽപ്പിച്ച് നിർമ്മാണത്തിനുള്ള ഏജൻസിയുമായിട്ടുള്ള ഇന്ററാക്ഷൻ ഫൈനൽ സ്റ്റേജിൽ. വോട്ട് ലക്ഷ്യമിട്ട് സിദ്ദിഖ് പറഞ്ഞത് പച്ചക്കള്ളമാണെന്ന് KPCC നേതൃയോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ വാക്കുകൾ തെളിയിച്ചു. അല്ല, അതിനെ സ്ഥലം കണ്ടെത്തണം, ചെറിയ താമസ കാര്യത്തിൽ വന്നു. ഇപ്പൊ അത് വളരെ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഏതാണ്ട് ഫൈനലൈസിലേക്ക് പോവാണ്. ഇത്തരം കാര്യങ്ങൾക്കൊന്നും ഇലക്ഷന്റെ ഡേറ്റ് അല്ലാതെ, സമരങ്ങളുടെ ഡേറ്റ് അല്ലാതെ ഇതിനൊന്നും കട്ട് ഓഫ് ഡേറ്റ് ഇല്ല. ഭൂമി കണ്ടെത്തണം എന്നായിരുന്നു ആ വാക്കുകൾ. KPCC ബത്തേരിയിൽ നടത്തിയ നേതൃക്യാമ്പിൽ അച്ചടക്കം, സ്ഥാനാർത്ഥിത്വം, തെരഞ്ഞെടുപ്പ് തുടങ്ങി പാർട്ടിയെ ബാധിച്ച എല്ലാ വിഷയങ്ങളും ചർച്ച ചെയ്യപ്പെടുമെന്ന് പ്രഖ്യാപിച്ച KPCC നേതൃത്വം മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ പേരിൽ പിരിച്ച ഫണ്ടിനെക്കുറിച്ചോ വീട് നൽകുന്നതിനെക്കുറിച്ചോ ചർച്ച ചെയ്തില്ല. ഡിസംബറിൽ വീടിന്റെ തറക്കല്ലിടുമെന്ന് പ്രഖ്യാപിച്ച സിദ്ദിഖിന്റെ വാക്കുകൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം ചർച്ച ചെയ്യപ്പെട്ടപ്പോൾ ടി സിദ്ദിഖ് വീണ്ടും വാർത്താ സമ്മേളനം നടത്തി പറഞ്ഞത് 10 ദിവസത്തിനകം KPCC നേതൃയോഗത്തിൽ വീടിന്റെ കാര്യത്തിൽ തീരുമാനം ആകുമെന്നായിരുന്നു. അതും പാഴായി. രമേശ് ചെന്നിത്തലയും KPCC നേതൃയോഗം നടക്കുന്ന ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞത് എല്ലാ കാര്യത്തിലും നേതൃയോഗത്തിൽ തീരുമാനം ഉണ്ടാകുമെന്നാണ്. വയനാട്ടിലെ ദുരന്തബാധിതരുടെ ഫണ്ടോ? അതൊക്കെ ഇവിടെ KPCC ഇപ്പോൾ പ്രഖ്യാപിക്കും. ഞങ്ങൾ രാവിലെ മീറ്റിംഗ് കൂടി എല്ലാം തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങളൊന്നും ആശങ്കപ്പെടേണ്ട. വിശദാംശങ്ങൾ ഞാൻ പറയുന്നില്ല, അത് ചുമതലപ്പെടുത്തിയവർ നിങ്ങളോട് പറയും. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതർക്കായുള്ള വീടിന്റെ കാര്യത്തിൽ ഫണ്ട് പിരിച്ചതല്ലാതെ KPCC നേതൃയോഗത്തിലും ഒരു തീരുമാനവും ഉണ്ടായില്ല എന്നുള്ളതാണ് KPCC പ്രസിഡന്റിന്റെ വാർത്താ സമ്മേളനം തെളിയിക്കുന്നത്. വയനാട് നിന്നും ക്യാമറാമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം PV ജോഷില.